നെഞ്ചിലെ തീയും കാത്തിരിപ്പും. ഒരു വൈകുന്നേരം സലാംച്ച കുറേ കത്തുകടലാസും പേനയും കയ്യിൽ പിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അന്ന് വിദേശത്തുള്ളവർക്ക് കത്തെഴുതാൻ അറിയുന്ന ആളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക എന്നത് പതിവായിരുന്നു. വിദേശത്ത് പോയ ഭർത്താക്കന്മാർക്കും മക്കൾക്കും സഹോദരന്മാർക്കും വീട്ടിലെ വിശേഷങ്ങൾ അറിയിക്കാൻ അന്ന് കത്തല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. സലാംച്ച ഉമ്മയുടെ ഇളയപ്പയുടെ മകനാണ്. മൂപ്പരെ കണ്ടതും ഉമ്മ കുട്ടിത്തറ തുണികൊണ്ട് തുടച്ചു കൊടുത്തു. ഇരിപ്പിടം. ഇരിക്കാങ്ങളെ. പുഞ്ചിരിച്ചുകൊണ്ട് സലാംച്ച അവിടെയിരുന്നു. കുറച്ചു നേരം വീട്ടിലെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം സലാംച്ച കത്തുകടലാസും പേനയും എടുത്ത് കയ്യിൽ വെച്ചു. ഉമ്മ എന്നെ നോക്കി പറഞ്ഞു, അന്ത്രു, വെച്ചെഴുതാൻ വേണ്ടി എന്തെങ്കിലും എടുത്തുകൊണ്ടുവാ. ഞാൻ ഓടിച്ചൊന്ന് എൻ്റെ ബുക്ക് എടുത്തു കൊണ്ടുവന്ന് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഉമ്മ അത് വാങ്ങി സലാംച്ചയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം ബുക്ക് മടയിൽ വെച്ച് അതിൻ്റെ മുകളിൽ കത്തുകടലാസ് നിവർത്തി വെച്ചു. ആർക്കാണ് ആദ്യം എഴുതേണ്ടത്? എനിക്ക് തന്നെ ആദ്യം എഴുതിക്കോ. അത് പറഞ്ഞതും മറ്റുള്ളവർ അവിടെ നിന്നും അകത്തേക്ക് പോയി. കത്തിൻ്റെ തലവാചകം കത്തെഴുതുന്ന ആൾ തന്നെയാണ് എഴുതുക. എഴുതിക്കുന്ന ആളും കത്തെഴുതുന്ന ആളും മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരാൾ അടുത്തിരുന്ന് കേൾക്കുന്നത് പതിവില്ല. സലാംച്ച കത്തിൻ്റെ മുകളിൽ എഴുതി തുടങ്ങി. തലവാചകം എഴുതിയതിന് ശേഷം സലാംച്ച ഉമ്മയെ നോക്കി പറഞ്ഞു, എന്താണ് എഴുതേണ്ടത്? സ്നേഹം നിറഞ്ഞ ഭർത്താവ് അറിയുവാൻ. പിന്നെ ഉമ്മ പറയാൻ തുടങ്ങി, ഭാര്യയും കുട്ടികളും കൂടി എഴുതുന്നത്, ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെ. അതുപോലെ ഉമ്മയ്ക്കും അനുജനും അനുജത്തിമാർക്കും ഉപ്പാക്കും ഇവിടെ സുഖം തന്നെ. നിങ്ങൾക്കും കൂടെയുള്ളവർക്കും അവിടെ സുഖമാണെന്ന് കരുതുന്നു. ദൈവത്തോട് സുഖത്തിനായി എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കത്ത് പതുക്കെ നീണ്ടുപോയി. കത്തെഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണം. നിങ്ങളുടെ കത്ത് വായിച്ച് വളരെയധികം സന്തോഷിച്ചു. പാടത്ത് നെല്ല് വിരിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അല്പാൽപ്പം മഴ പെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ഇടിയും മിന്നലും കുറവാണ്. ചാറ് കൂട്ടാൻ മീനൊന്നും അങ്ങനെ കിട്ടുന്നില്ല. മമ്മദ്ക്ക ഇടയ്ക്കിടയ്ക്ക് മീൻ തരുന്നത് കൊണ്ടാണ് കാര്യം നടക്കുന്നത്. ചക്കമരത്തിൽ പണ്ട് പറഞ്ഞതുപോലെ ഇത്തവണയും ചക്കയൊന്നും പിടിച്ചിട്ടില്ല. എത്ര കാലമായി ആ ചക്കമരം അവിടെ ഒരെണ്ണമെങ്കിലും പിടിച്ചു കാണേണ്ടേ? ആങ്ങളയുടെ കത്ത് വന്നിരുന്നു. ഇച്ചാക്ക് അവിടെ സുഖം തന്നെ. നിങ്ങളെപ്പറ്റി കത്തിൽ ചോദിക്കാറുണ്ട്. നമുക്ക് കറണ്ട് ഉണ്ടെങ്കിലും അത് ബീഡി കത്തിച്ചതുപോലെയാണ് കത്തുന്നത്. അതുകൊണ്ട് പാണൂസ് തന്നെയാണ് കത്തിക്കുന്നത്. നമ്മുടെ ജാനുവിൻ്റെ മോള് പ്രസവിച്ചു. കുഞ്ഞ് ആൺകുട്ടി തന്നെയാണ്. ഇപ്പോഴെങ്കിലും പെൺകുട്ടി ഉണ്ടാകുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ മൂന്നാമത്തെയും ആൺകുട്ടി തന്നെ. കുഞ്ഞാൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. കശുമാവ് നന്നായി പൂത്തിട്ടുണ്ട്. ഇത്രയും എത്തിയപ്പോൾ സലാംച്ച എഴുതുന്ന കൈ ഒന്ന് നീർത്തി പെങ്ങളെ നോക്കി പറഞ്ഞു, ഇങ്ങനെ പോയാൽ കത്തുകടലാസ് മുഴുവൻ തീരും. കുറച്ചൊക്കെ ഷോർട്ടായി പറയൂ. എഴുതിക്കുന്ന ആൾ പറഞ്ഞു, എന്നാൽ എഴുതിക്കോ. പിന്നെയും തുടങ്ങി. മോൻ്റെ മാഷ് വന്ന് പറഞ്ഞിരുന്നു മകൻ നന്നായി പഠിക്കുന്നുണ്ടെന്ന്. അവന് ബുക്കിടുന്ന പെട്ടി ചോദിച്ചു കൊണ്ടിരിക്കും. അവൻ്റെ കൂടെയുള്ളവരുടെ കയ്യിൽ പെട്ടിയുണ്ടെന്ന് പറയുന്നത്. പിന്നെ കത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. നിങ്ങൾ അയച്ച മണി ഓർഡർ കയ്യിൽ കിട്ടി. അത് കിട്ടിയതും അവിടെ ഇവിടെയും കൊടുക്കാനുള്ളവർ കൊടുത്തപ്പോൾ തന്നെ ആ പൈസ മുഴുവനും തീർന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ നയാ പൈസ പോലുമില്ല. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയ ഉടനെ പൈസ മണി ഓർഡറായി അയച്ചു തരണം. നിങ്ങൾ കത്തെഴുതാൻ കുറേ താമസിക്കുന്നു. അങ്ങനെ താമസം വരുമ്പോൾ നമ്മുടെ നെഞ്ചിൽ തീയാണ്. അതുകൊണ്ട് കത്ത് കിട്ടിയ ഉടനെ മറുപടി അയക്കണം. മിനിഞ്ഞാണ് കാക്ക കരയുന്നത് കണ്ടപ്പോൾ നിങ്ങളുടെ കത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചു. അന്ന് കത്ത് വന്നില്ല. ഒരാഴ്ച മുമ്പ് എൻ്റെ കണ്ണ് പിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കത്ത് വരുമെന്ന്. അന്നും വന്നില്ല. ഇന്നലെ കാക്ക കരയുന്നത് കണ്ടപ്പോൾ മണി ഓർഡർ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതും ഉണ്ടാവില്ല. പീഡികക്കാരൻ പൈസ ചോദിച്ച് ഇന്നലെയും ആളെ അയച്ചു. കയ്യിൽ 5 പൈസ പോലും ഇല്ല. എത്രയും പെട്ടെന്ന് പൈസ അയച്ചു തരണം. ഇങ്ങനെയായിരുന്നു അന്നത്തെ കത്തുകൾ. ഒരു കത്തിൽ സന്തോഷം പങ്കുവെക്കും, മറ്റൊരു കത്തിൽ പരിഭവം പറയും. ചില കത്തുകളിൽ കലഹത്തിൻ്റെ കാര്യമുണ്ടാകും, ചിലതിൽ വിരഹത്തിൻ്റെ ദുഃഖം, ചിലതിൽ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രം. പക്ഷേ ആ ചെറിയ വിശേഷങ്ങൾ തന്നെയായിരുന്നു വിദേശത്ത് കഴിയുന്നവർക്ക് വലിയ സന്തോഷം നൽകിയിരുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഫോണില്ല, മൊബൈലില്ല, വാട്സപ്പില്ല, വീഡിയോ കോളില്ല. വീട്ടിൽ നിന്നും ഒരാൾ എഴുതിയ കത്ത് കിട്ടിയാൽ അതിലൂടെ വീട്ടുകാരെല്ലാം തങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് പോലെയായിരുന്നു. ജോലിയുടെയും കച്ചവടത്തിൻ്റെയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ കുടുംബത്തെ വിട്ട് വിദേശത്ത് കഴിയുന്നവർക്ക് ആ കത്ത് വലിയൊരു ആശ്വാസമായിരുന്നു. അവർക്ക് ആ കത്ത് വെറുമൊരു കടലാസായിരുന്നില്ല. അത് വീട്ടിൽ നിന്നുള്ള സ്നേഹമായിരുന്നു, വിശ്വാസമായിരുന്നു, സമാധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ കത്തെഴുതുന്ന ആൾക്ക്
ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് എന്തൊക്കെയാണ് എഴുതിക്കുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. പക്ഷെ ഒരിക്കൽ പോലും ആ രഹസ്യം മറ്റൊരാളോടും പറയുകയില്ല. അത്രയും വിശ്വാസമായിരുന്നു അന്നത്തെ ആളുകൾക്ക്. പുതുപെണ്ണും കത്തെഴുതിക്കും, വാർദ്ധക്യത്തിലെത്തിയവർക്കും കത്തെഴുതാം, മക്കൾക്ക് വേണ്ടി ഉമ്മമാർ കത്തെഴുതും, ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ കത്തെഴുതും, പെങ്ങൾ ആങ്ങളമാർക്ക് വേണ്ടി കത്തെഴുതും. അങ്ങനെ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒരു കത്തെഴുത്തുകാരന് ഒരാളുടെ കത്ത് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോകും. കത്ത് എഴുതി കഴിഞ്ഞാൽ വീട്ടുകാർ ചായയും പലഹാരവും കൊടുക്കും. അതൊക്കെ കഴിച്ചിട്ട് അടുത്ത വീട് ലക്ഷ്യമാക്കി നടക്കും. ഒരുപാട് കത്തുകൾ എഴുതി കഴിഞ്ഞാൽ എഴുതിയ കൈ വേദനിക്കും. ഇടയ്ക്കിടയ്ക്ക് കൈ കുടയുകയും നിവർത്തുകയും ചെയ്യും. കത്ത് എഴുതി കഴിഞ്ഞാൽ അത് ഭംഗിയായി മടക്കും. പിന്നെ വീട്ടിലെ ചോറിൻ്റെ മാവ് കൊണ്ട് കത്ത് ഒട്ടിക്കും. അതിൻ്റെ മുകളിൽ അഡ്രസ്സ് എഴുതും. പോസ്റ്റ് ചെയ്യേണ്ട കാര്യം മാത്രം വീട്ടുകാരെ ഏൽപ്പിക്കും. പോകാൻ നേരത്ത് വീട്ടുകാർ ചോദിക്കും, ഇനി എപ്പോഴാണ് വരിക? അടുത്ത ആഴ്ച വരാം, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് വരാം എന്നായിരിക്കും മറുപടി. ഇതിനിടയിൽ അത്യാവശ്യമായി കത്തെഴുതിക്കേണ്ടവർ ആളെ വിട്ട് വിളിപ്പിക്കും. അങ്ങനെ കത്തെഴുത്തിനും പിൻഗാമികൾ ഉണ്ടായിരുന്നു. സലാംച്ചയുടെ സമയം കഴിഞ്ഞപ്പോൾ അസർച്ച അത് ഏറ്റെടുത്തു. പിന്നീട് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ കത്തെഴുത്തുകാരൻ. അത് കഴിഞ്ഞ് അന്ത്രുവും കത്തെഴുതാൻ തുടങ്ങി. അന്ത്രു നന്നായി എഴുതും, വൃത്തിയിലും വെടിപ്പിലും എഴുതും. പക്ഷേ അസർച്ചയ്ക്കും സലാംച്ചയ്ക്കും ഇല്ലാത്ത ഒരു കഴിവ് അന്ത്രുവിനുണ്ടായിരുന്നു. അത് എന്താണല്ലോ, മലയാള അക്ഷരങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് മാറ്റിമറിച്ച് എഴുതാനുള്ള കഴിവ്. കോഴിക്കോട് എന്ന് എഴുതിയാൽ അത് കേഴിക്കോട് ആവും. ചോദ്യം എന്ന് എഴുതിയാൽ ഛേദ്യമാവും. അങ്ങനെ പല മലയാള വാക്കുകളും അന്ത്രുവിൻ്റെ കയ്യിൽ എത്തിയാൽ പുതിയ രൂപം പ്രാപിക്കും. പക്ഷെ അതിലും വലിയ അത്ഭുതം വേറെയായിരുന്നു. കത്ത് എഴുതി കഴിഞ്ഞ് അന്ത്രു അത് വായിച്ച് കേൾപ്പിക്കും. അന്ത്രു വായിക്കുമ്പോൾ വലിയ സാഹിത്യകാരൻ എഴുതിയ മാതിരിയാണ് വായിച്ചു കേൾപ്പിക്കൽ. അപ്പോൾ എല്ലാം കറക്റ്റായിരിക്കും. കത്ത് കയ്യിൽ കിട്ടിയാൽ പിന്നീട് അത് വായിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാക്കുക. അക്ഷരങ്ങൾ തലതിരിഞ്ഞിരിക്കും. കത്തിന് മറുപടി വരുമ്പോൾ ചിലപ്പോൾ അതിന് എഴുതിയിട്ടുണ്ടാകും. ചില വാക്കുകളൊന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് അവർ അന്ത്രുവിനോട് കത്തെഴുതിക്കുമ്പോൾ അത് സൂചിപ്പിക്കും. അപ്പോൾ അന്ത്രു പറയും, അവർക്ക് ശരിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. തൻ്റെ തെറ്റ് അന്ത്രു അങ്ങനെ മറച്ചു പിടിക്കും. ഒരിക്കൽ കത്തെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അന്ത്രുവിനോട് പറഞ്ഞു, നന്നായി എഴുതണം മോനെ, അവർക്ക് വായിച്ച് മനസ്സിലാകുന്ന രീതിയിൽ എഴുതണേ. അപ്പോൾ അന്ത്രു പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ എഴുതിക്കോ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കി. അപ്പോൾ എഴുതിക്കുന്ന ആൾ പെട്ടെന്ന് പറഞ്ഞു, വേണ്ട മോനെ, നീ തന്നെ എഴുതിക്കോ. ഞാൻ പറഞ്ഞതെന്നേയുള്ളൂ. അവർക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ത്രു പറഞ്ഞു, ഞാൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടല്ലേ അത് ഒട്ടിക്കുന്നത്. ഞാൻ വായിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ടോ? വീട്ടുകാരും ഉടനെ പറയും, ഇല്ല മോനെ, നീ പറഞ്ഞത് തന്നെയാ ശരി, അവർക്കറിയാം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അന്ത്രു കത്തെഴുതാതെ എഴുന്നേറ്റ് പോകുമെന്ന്. അസർച്ചയുടെയും സലാംച്ചയുടെയും കാലം കഴിഞ്ഞു. അവർ കത്തെഴുതുമ്പോൾ ചായയും പലഹാരവും ആണ് കൊടുത്തിരുന്നത്. പക്ഷേ അന്ത്രു ആരുടെയും ചായയും പലഹാരവും കഴിക്കാറില്ല. ചോദിച്ചാൽ പറയും, ഞാൻ ചായ കുടിച്ചിട്ടാണ് വന്നത്. അതിന് പകരം 7 പൈസയോ 10 പൈസയോ 25 പൈസയോ തന്നാൽ മതി. പൈസ കിട്ടിയാൽ അന്ത്രുവിന് അതാണ് സന്തോഷം. ആരാണ് കൂടുതൽ പൈസ തരുന്നത് അവർക്ക് ആദ്യം കത്തെഴുതി കൊടുക്കും. പൈസ തരാത്തവർക്ക് ഒരിക്കൽ മാത്രമേ എഴുതി കൊടുക്കൂ. അടുത്ത തവണ ആദ്യം പൈസ വാങ്ങിയിട്ടേ കത്തെഴുതൂ. അങ്ങനെ കത്തെഴുത്തുകാരൻ്റെ കയ്യിൽ എപ്പോഴും കുറച്ച് ചില്ലറത്തുട്ടുകൾ ഉണ്ടായിരിക്കും. കത്തിൻ്റെ ഉള്ളിൽ ആട് പ്രസവിച്ചതും പോത്തിന് അസുഖമുണ്ടായതും പൂച്ചയെ വളർത്തുന്നതും കശുമാവ് പൂത്തതും ചക്ക പിടിച്ചതും മീൻ കിട്ടാത്തതും പണം തീർന്നതും മകൻ്റെ പഠിപ്പും മകളുടെ വിവാഹവും എല്ലാം എഴുതും. വീട്ടിലെ ഒരു ചെറിയ സംഭവം പോലും അന്ന് കത്തിലൂടെ വിദേശത്തേക്ക് യാത്ര പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലെ സന്തോഷവും ദുഃഖവും പരിഭവവും സ്നേഹവും ആ ചെറിയ കടലാസിലൂടെ കൈമാറിയിരുന്നു. ഒരു കാലമായിരുന്നു അത്. ഇന്ന് എല്ലാം മാറി. ഒരു നിമിഷം കൊണ്ട് ലോകത്തിൻ്റെ മറ്റേ അറ്റത്തുള്ള ആളെ വിളിക്കാം, മുഖം കാണാം, സംസാരിക്കാം. പക്ഷേ അന്നത്തെ ഒരു കത്തിനായി കാത്തിരുന്ന ആ കാത്തിരിപ്പും കത്ത് തുറന്ന് വായിക്കുമ്പോൾ കിട്ടിയിരുന്ന ആ സന്തോഷവും കത്ത് എഴുതി കൊടുക്കുന്നവനോടുള്ള ആ വിശ്വാസവും അതൊന്നും ഇന്നത്തെ കാലത്ത് എളുപ്പത്തിൽ തിരികെ കിട്ടുമെന്ന് തോന്നുന്നില്ല. കത്തുകൾ പോയി, കത്തെഴുത്തുകാരും പോയി. പക്ഷേ ആ കത്തുകടലാസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്ന സ്നേഹവും ഓർമ്മകളും അത് ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്നു. ശുഭം. ബൈ VKMA. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ.